ഭാരത പൗരന്മാരെ കാശ്മീരിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഭീകരവാദികൾക്ക് അവരുടെ താവളത്തിൽ തന്നെ കടന്നു ചെന്ന് ആ താവളം തകർത്തുകൊണ്ട് ഭാരതത്തിൻ്റെ ശ്രേയസ്സും അഭിമാനവും വാനോളം ഉയർത്തിയ ഓരോ ഇന്ത്യക്കാരനും ഞാൻ ഇന്ത്യനാണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെയും ആ നടപടിയെ ഹർഷാരവത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങൾ ഒന്നൊന്നായിട്ട് കരവ്യോമ സേനകളുടെ സഹായത്തോടു കൂടി തകർത്തടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഓരോ പൗരന്മാരുടെയും ആത്മാഭിമാന ബോധത്തെ ഉയർത്തി കാണിക്കുന്ന ഈ സമയത്ത് ഇന്ത്യ ആക്രമിക്കാൻ തിരഞ്ഞെടുത്ത സമയം ജ്യോതിഷപരമായി എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളുടെ ഈ ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ നമ്മൾ പ്രത്യാക്രമണം നടത്തുവാൻ വേണ്ടി എടുത്ത സമയവും ആ സമയത്ത് നടത്തിയ പ്രത്യാക്രമണം ഭാരതത്തിന് എങ്ങനെ ഗുണം ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ ശ്രേയസ് എങ്ങനെ, ശത്രുക്കളെ നമുക്ക് എങ്ങനെയെല്ലാം വരുതിയിലാക്കാൻ സാധിക്കും, ഇതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഭാരതത്തിന് ഈ സമയത്തിലെ ഒരു ആക്രമണം കൊണ്ട് ഭാരതത്തിന് ഉണ്ടാകാൻ പോകുന്നത്, ജ്യോതിശാസ്ത്രത്തിന്റെ നിയമസംഹിതയുടെ വെളിച്ചത്തിൽ പരിശോധിക്കുകയാണ്. ഇത് ഒരു ജ്യോതിശാസ്ത്ര പഠിതാവ് എന്ന നിലയ്ക്ക് ഉള്ള താല്പര്യം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് എത്രത്തോളം നമുക്ക് ജ്യോതിഷത്തിന്റെ കണ്ണിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ ആക്രമണം ഭാരതത്തിന് ശ്രേയസ്കരമായി മാറാൻ പോകുന്നത് എന്നാണ് പരിശോധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് തിങ്കളാഴ്ച പുലർച്ചെ, അതായത് ചൊവ്വാഴ്ച പുലരുന്ന സമയത്ത് 6-ാം തീയതി വെളുപ്പിന് 1:44 എന്ന സമയത്താണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യ ആക്രമണം നടക്കുന്നത്. ഈ സമയത്ത് നിൽക്കുന്ന രാശികൾ കുംഭം ലഗ്നം, 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് ബുധൻ, അതുപോലെ തന്നെ ശുക്രൻ, ശനി, സർപ്പം. 3-ാം ഭാവത്തിൽ ആദിത്യൻ, 4-ൽ വ്യാഴം, 5-ൽ രാശികളിൽ അവിടെ 5-ാമത്തെ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 6-ൽ ചൊവ്വ, 7-ൽ ചന്ദ്രൻ, 8-ൽ കേതു, 9-ൽ ഗ്രഹങ്ങളില്ല, 10-ാം ഭാവത്തില് ഗുളികൻ. ഇങ്ങനെയുള്ള ഒരു രാശിയാണ്. ആ ഒരു ഗ്രഹങ്ങൾ ഈ ഒരു ഭാഗങ്ങളിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആദ്യ ആക്രമണം ആരംഭിക്കുന്നത്. 1:44 എന്നാണ് നമുക്ക് ലഭിക്കുന്ന മാധ്യമങ്ങളിലൂടെയുള്ള വിവരം. ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആക്രമണം നമുക്ക് ജ്യോതിശാസ്ത്രപരമായി എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ലഗ്നം കുംഭം രാശിയാണ്. അതിന്റെ അധിപനായി നിൽക്കുന്ന ഗ്രഹമാകട്ടെ അത് 2-ൽ നിൽക്കുന്നു. 2-ൽ ബുധൻ, ശുക്രൻ, സർപ്പം എന്നീ രാശികളോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അതായത് ധനസ്ഥാനത്ത് അതുപോലെ തന്നെയുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് ആദിത്യനാണ്. ആദിത്യൻ 7-ാം ഭാവാധിപത്യം കൂടെയുള്ള ആദിത്യനാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 7-ാം ഭാവാധിപനായി നിൽക്കുന്ന ഈ ആദിത്യൻ 3-ാം ഭാവത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന വളരെ തൻപൊരുമ, അതുപോലെ ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് സാധിക്കുക, അതുപോലെ ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ നമുക്ക് ലഭിക്കുന്നതിനും ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തിന് ബഹുമാനം ലഭിക്കുന്നതിനും ഒക്കെ ഈ ഒരു ഗ്രഹത്തിന്റെ 3-ാം ഭാവസ്ഥിതി കൊണ്ട്, ആദിത്യന്റെ 7-ാം ഭാവാധിപനായ ആദിത്യന്റെ 3-ാം ഭാവസ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളുടെ, ഭാരതത്തെ അനുകൂലിക്കുന്ന ഒരുപാട് സൗഹൃദ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണ നേടാനായിട്ട് ഈ 3-ാം ഭാവസ്ഥിതി കൊണ്ടുണ്ടാകുകയും ഭാരതത്തിന്റെ ഈ നടപടിയെ ലോകരാജ്യങ്ങൾ തീർച്ചയായും അംഗീകരിക്കുകയും അതിനുവേണ്ട പിന്തുണ കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ 6-ാം ഭാവത്തെ കൊണ്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഭാരതത്തിന്റെ ഈ ഒരു നടപടിക്ക് ഭാരതീയരുടെ മാത്രമല്ല ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ കിട്ടും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു സവിശേഷത നമുക്ക് പറയേണ്ടത് കുജൻ, അതുപോലെ ചൊവ്വ 6-ലേക്കാണ് പോയി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നമുക്കറിയാം 6-ൽ നിൽക്കുന്ന ചൊവ്വ ശത്രുക്കളെ നിഷ്പ്രഭരാക്കാനായിട്ട് സാധിക്കും. അത്രത്തോളം ക്രൗര്യവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ധൈര്യവും ധീരതയും വിക്രമവും ഒക്കെ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, ആ 3-ാം ഭാവാധിപൻ ചെന്ന് 6-ലേക്ക് നിൽക്കുന്നത് കൊണ്ട് 6-ാം ഭാവത്തെ, അതായത് ശത്രുവിനെ നിഷ്പ്രഭരാക്കാനും നശിപ്പിക്കുവാനും ഇനിയൊരു അടുത്ത കാലത്തൊന്നും ഈ ശത്രു ഉണർന്ന് ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാൻ തക്കതായിട്ടുള്ള ഒരു ആത്മവീര്യം ഉണ്ടാകാത്ത രീതിയിൽ ആത്മവീര്യം തകർക്കാനും സാധിക്കും ആ ഭാഗത്ത് നിൽക്കുക. മാത്രമല്ല ശത്രു നമ്മുടെ മുമ്പിൽ കീഴടങ്ങാൻ വരെയുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് ആ 6-ാം ഭാവത്തിലെ
ചൊവ്വയെ കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റു ഒന്നെന്ന് പറയുന്നത് 7ാം ഭാവത്തിൽ ചന്ദ്രൻ 6ാം ഭാവാധിപത്യം വഹിച്ചിട്ടാണ് ചന്ദ്രൻ 7ാം ഭാവം നിൽക്കുന്നത്. ലോകരാജ്യങ്ങളിൽ ഭാരതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ രാജ്യവുമായി അല്ലെങ്കിൽ ഭാരതവുമായിട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ, ഒരു സന്ധി ചെയ്യാനായിട്ട് ഈ രാജ്യം തയ്യാറായിട്ട് വരും. അതുപോലെ പാകിസ്ഥാൻ എത്രയും പെട്ടെന്ന് തന്നെ ഭാരതവുമായി ഒരു വെടിനിർത്തൽ കരാറിനെ സന്ധിക്ക് ശ്രമിക്കുന്ന ഒരു രാശിയാണ് ആ ചന്ദ്രൻ 6ാം ഭാവാധിപത്യം വഹിച്ച് 7ാം ഭാവത്തിലേക്ക് നിൽക്കുന്നത് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഭാഗമാണ് 4ാം ഭാവത്തിൽ ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴം 4ാം ഭാവത്തിൽ നിൽക്കുന്നു. ഭാരതത്തിന് പൂർണ്ണമായി ഈശ്വരാധീനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭാരതത്തിന്റെ എല്ലാ നടപടികളെയും എല്ലാവരും അംഗീകരിക്കുകയും അതുപോലെ ശത്രു കീഴടങ്ങുകയും അവരുടെ സർവനാശത്തിന് അല്ലെങ്കിൽ അവരുടെ ബലഹീനത ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടാൻ പോലും സഹായിക്കും. പാകിസ്ഥാൻ എന്താണെന്നും പാകിസ്ഥാന്റെ ബലം എന്താണെന്നും കൂടി വെളിവാക്കുന്ന ഒന്നായിരിക്കും ഈ 4ാം ഭാവത്തിൽ നിൽക്കുന്ന. 4ാം ഭാവം എന്ന് പറഞ്ഞാൽ ആരൂഢമാണ്, വീടാണ്. അവിടെ അവരുടെ സ്ഥലത്ത് ചെന്ന് ഭാരതം ആക്രമിക്കുന്നതോടുകൂടി തന്നെ അവരുടെ ഈ പുറത്ത് കാണിക്കുന്ന അവരുടെ പൊങ്ങച്ചവും അവരുടെ ഈ ഇല്ലാത്തതിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഭാരതത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ദൗർബല്യം എന്താണെന്ന് കൂടി എടുത്തു പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ദൗർബല്യം എന്താണെന്ന് പുറത്ത് കാട്ടുന്ന ഒരു ആക്രമണം കൂടെ ആയിരിക്കും ഇത് ശത്രുവിന്റെ നാശത്തിനും നമ്മൾക്ക് ഭാഗ്യവും ദൈവാധീനവും ഉണ്ടാകുന്നതിനും ഈ 4ാം ഭാവത്തിലെ വ്യാഴത്തെ കൊണ്ട് സഹായിക്കുന്നു. ഇനി മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഭാവത്തിൽ നിൽക്കുന്ന 2ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പമാണ്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പത്തിന്റെ നമ്മുടെ ധീരത, സൈന്യത്തിന്റെ ധീരതയും സൈന്യത്തിന്റെ ക്രൗര്യവും സർപ്പത്തിന്റെ അതിബുദ്ധിയും ആ ബുദ്ധിപൂർവമായ നീക്കങ്ങളും എല്ലാം കാണിക്കുന്ന ഒരു ഭാവമാണ് 2ാം ഭാവം എന്ന് പറയുന്നത്. അതായത് ഭാരതത്തിൽ നിന്ന് വിഭജിച്ചു പോയിട്ടുള്ള ഒരു പ്രദേശമാണ് പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാരതത്തെയോ ഈ സ്ഥലത്തെയോ നമുക്കൊരു സഹോദര സ്ഥാനത്ത് കൂടെ കാണാം. അതുകൊണ്ട് 3ാം ഭാവത്തെ നമ്മൾ സഹോദരനെ കൊണ്ട് നോക്കുമ്പോൾ ആ 3ാം ഭാവം 6ാം ഭാവത്തിലേക്ക് പോയി നിൽക്കുന്നത് നമുക്ക് പറയുന്നത് 3ാം ഭാവം എന്ന് പറയുന്ന സഹോദരകാരകനാണ്, സഹോദര സ്ഥാനമാണ്. അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് പാകിസ്ഥാൻ. അത് ഇപ്പൊ 3ാം ഭാവം 6ാം ഭാവത്തിലേക്ക് പോയി നിൽക്കുന്നു. ആ 3ാം ഭാവത്തിൽ സഹോദര ഭാവത്തിൽ നിന്നിരുന്ന ആ പ്രദേശം ഇന്ന് ശത്രുസ്ഥാനത്തേക്ക് മാറി. അതായത് ഭാരതത്തിന് വിഭജിച്ചു പോയിട്ടുള്ള പാക് അധീന കാശ്മീരാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രാശിയെ കൊണ്ട് പറയാവുന്നതാണ്. അപ്പൊ അങ്ങനെ അന്ന് ശത്രുവിന്റെ താവളമായിട്ട് മാറുന്നത് ഭാരതത്തിന്റെ ഭൂമി തന്നെയാണ്. ഭാരതത്തിന്റെ ഭൂമി തന്നെ ശത്രുവിന്റെ താവളമായിട്ട് മാറുന്നു എന്നുള്ളതാണ് 3ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. പക്ഷെ അതോടുകൂടി ഈ ആക്രമണത്തോടു കൂടി അത് തകരും. മാത്രമല്ല 2ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പത്തെ കൊണ്ട് നോക്കുവാണെങ്കിൽ ഭാരതത്തിന്റെ ധീരത വാനോളം ഉയരുന്ന ഒരു സമയം കൂടി, അല്ലെങ്കിൽ ഭാരതീയരുടെയും ഭാരത സൈന്യത്തിന്റെയും ധീരത വാനോളം ഉയരുന്ന ഒരു ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ധൂർ. പിന്നെ എടുത്തു പറയത്തക്ക മറ്റൊരു രാശി കൂടെ ഉണ്ട്. 10ാം ഭാവം കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മസ്ഥാനം ഗുളികനാണ്. അതായത് ഗുളികൻ എന്ന് പറയുമ്പോൾ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്ന ഒരു ഗ്രഹമാണെന്ന് പറയാം, ഇല്ലെങ്കിൽ ഒരു മൂർത്തിയാണെന്ന് പറയാം നമുക്ക് ഗുളികനെ കൊണ്ട്. അത് 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് യാതൊരു സംശയവുമില്ല ഇത് തവിട് പൊടിയാക്കി ചാരമാക്കി മാറ്റാൻ പോലും സാധിക്കുന്ന ഒരു രാജ്യത്തിനെ വേണമെങ്കിൽ, ഭാരതം വിചാരിച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഇനി ഒരു കാലത്തും ഉയർന്നു വരാത്ത തരത്തിലേക്ക് നാമാവശേഷമാക്കാൻ അല്ലെങ്കിൽ ഭസ്മതുല്യമാക്കാൻ പോലും കഴിയുന്ന ആ ഒരു മൂർത്തി വിശേഷമാണ് ഗുളികൻ. ആ ഗുളികനാണ് കർമ്മസ്ഥാനത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രു നിഷ്പ്രയാസം പരാജയപ്പെടാൻ സാധിക്കുന്നു. മാത്രമല്ല പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ചെറുവിരൽ പോലും ഇനി അനക്കാൻ സാധിക്കാത്ത രീതിയിൽ കൂച്ചുവിലങ്ങിട്ട് കെട്ടിയിടാൻ പോലും സാധിക്കുന്ന ഒരു ഭാവത്തെ കൊണ്ടാണ് 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികനെ കാണിക്കുന്നത്. മാത്രമല്ല കീർത്തിയും അതുപോലെ തന്നെ കർമ്മകുശലതയും എല്ലാം ഈ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുളികനെ കൊണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ആ കർമ്മകുശലതയെ വാനോളം ഉയർത്താൻ, ഇന്ത്യയുടെ കീർത്തി, ഭാരതത്തിന്റെ കീർത്തി വാനോളം ഉയരാൻ ഒക്കെ സാധിക്കുന്നു. മാത്രമല്ല ശത്രു നാശനഷ്ടം വരുത്താനും സർവനാശം വരുത്താനും ഭയപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന ഒരു ആക്രമണം കൂടിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ. നമ്മൾ എല്ലാവരും അഭിമാനത്തോടു കൂടി കേട്ടൊരു വാർത്തയാണ്. നമ്മുടെ സഹോദരങ്ങളുടെ നേരെ വെടിയുണ്ട പായിച്ചവരുടെ താവളത്തിൽ ചെന്ന്, പടത്താവളത്തിൽ ചെന്ന് ആക്രമിച്ചു എന്നുള്ളത്, ആ ഒരു ആക്രമണം ഭാരതത്തിന് എത്രത്തോളം ശ്രേഷ്ഠമായിരിക്കുമെന്ന് ജ്യോതിഷത്തിന്റെ കണ്ണിലൂടെ ഒരു ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. Like, share, subscribe.